യെസ്, അപ്പോൾ മറ്റൊരു വാർത്താ ദിനം അത് പൂർത്തിയാകുമ്പോൾ വീണ്ടും ഒരുപാട് വിശേഷങ്ങളും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വർത്തമാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരുടെ സമ്മതത്തോടെ നമുക്ക് തുടങ്ങിയാലോ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. വെൽക്കം. പ്രേക്ഷകർക്ക് നമ്മുടെ പരിപാടിയുടെ ഭാഗമാകാമെന്നറിയാമല്ലോ. അപ്പോൾ QR കോഡ് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. നല്ല വെളിച്ചമുള്ള ഒരിടത്തിരുന്ന് വേണം വിളിക്കാൻ. നല്ല റേഞ്ചുള്ളിടത്തിരിക്കണം. ഒപ്പം തന്നെ TV മ്യൂട്ട് ചെയ്യാൻ പ്രേക്ഷകർ ഒരു കാരണവശാലും മറക്കരുത്. അതിലൊരു ലാഗ് വരും നിങ്ങൾ TV-യിൽ ശ്രദ്ധിച്ചാൽ. അപ്പോൾ അത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റയിലേക്കും പോവുക, ഇൻസ്റ്റഗ്രാമിലേക്കും പോവുക. 24-ന്റെ പേജിൽ ഇതേ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 11:30 വരെ സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോകാം. ഈ കോഡ് സ്കാൻ ചെയ്യാം, വീഡിയോ കോൾ ചെയ്ത് നേരെ നമ്മുടെ 24-ന്റെ മാജിക് സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു, വിളിച്ചു തുടങ്ങുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ ഷോ. പറഞ്ഞു വരുന്നത് നമ്മുടെ അർജുന്റെ കുടുംബം എന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തെ പറ്റി. ഒരു ട്വിസ്റ്റ് ആണ് അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പത്രസമ്മേളനം, ഒരു വാർത്താ സമ്മേളനം ഇന്ന് അർജുൻ്റെ കുടുംബം നടത്തുന്നു. അതിനെതിരെ അല്ലെങ്കിൽ അത് തള്ളിക്കൊണ്ട് മനോഫ് രംഗത്ത് വരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ഇന്ന് കുടുംബം ശക്തമായിട്ടാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത്. മനാഫിനെതിരെ മാത്രമല്ല ഈശ്വർ മാൽപേക്കെതിരെയും ഗുരുതര ആരോപണവുമായാണ് ഷീരൂരിൽ മണ്ണിടിച്ചിലിനിടെ മരിച്ച അർജുന്റെ കുടുംബം ഇന്ന് രംഗത്ത് വന്നത്. അർജുന്റെ പേരിൽ നടത്തുന്ന പണപ്പിരിവ് അവസാനിപ്പിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. കുടുംബത്തിന് ഒരു പൈസയും ആവശ്യമില്ല. ആരോപണം നിഷേധിച്ച് ലോറി ഡ്രൈവർ മനാഫ് രംഗത്തെത്തി. കാണാമെന്നത്തെ ടോപ്പ് സ്റ്റോറി. സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാരംഭിച്ച വാർത്താ സമ്മേളനത്തിലാണ് ലോറി ഡ്രൈവർ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചത്. ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്കൊന്നും ആളെ പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളുടെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീട് അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തരുത്, കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ പിന്നെ വ്യക്തിഹത്യ ചെയ്തരുത്. അത് തന്നെ പറയാനുള്ളൂ. രണ്ടാം ഘട്ട തെരച്ചിൽ മുതൽ ലോറി ഡ്രൈവർ മനാഫ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. വൈകാരികത വിറ്റ് പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. കൂടാതെ പല കോണിൽ നിന്നും ഫണ്ട് ശേഖരണം നടത്തുന്നതായും മനാഫും ആക്ഷൻ കമ്മിറ്റിയും ഇതിൽ നിന്ന് പിന്മാറണമെന്നും കുടുംബം പറഞ്ഞു. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. അതിനിടെ ആരോപണം നിഷേധിച്ച് ലോറി ഡ്രൈവർ മനാഫ് രംഗത്തെത്തി. അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. ഉള്ളടക്കം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളി. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അർജുന്റെ അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, ഭർത്താവ് ജിതിൻ, മറ്റൊരു സഹോദരി അഭിരാമി, സഹോദരൻ ജിതിൻ എന്നിവരാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. 24 കോഴിക്കോട്. അപ്പോൾ എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അവരുടെ വാർത്താ സമ്മേളനം. ഇനി മാധ്യമങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണില്ല എന്ന് കൂടി അർജുൻ്റെ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ മനാഫിനെ ചുറ്റിപ്പറ്റി ഉള്ള പ്രതികരണങ്ങൾ എന്താണ്? മനാഫിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ എടുത്തു പറഞ്ഞതാണ്, യൂട്യൂബ് ചാനൽ അത് ഞാൻ തുടങ്ങിയതാണ്, അതുമായി ഞാൻ മുന്നോട്ട് പോകും, ആർക്കത് തടയാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രതികരണങ്ങളൊക്കെ മനാഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ കർണാടകയിൽ നിന്നും വന്ന പ്രതികരണങ്ങൾ കൂടി ഇനി മനോഫിനെതിരാണ്. അല്ലെങ്കിൽ മനോഫ് ആദ്യം മുതലേ പ്രശ്നക്കാരനായിരുന്നു എന്നാണ് അവിടുത്തെ SP അടക്കം പറഞ്ഞതും കാർവാർ MLA പറഞ്ഞതും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. മാത്രമല്ല ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നഷ്ടം സംഭവിച്ചിരിക്കുന്ന അർജുൻ്റെ കുടുംബത്തിന് തന്നെയാണ്. അപ്പോൾ അവരുടെ വികാരം കൂടി മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. യെസ്, അപ്പോൾ എന്തായാലും തുടർ പ്രതികരണങ്ങൾ ആരുടെ ഭാഗത്താണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. നാളെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് നോക്കിയാൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന CPIയുടെ ആവശ്യം മുഖ്യമന്ത്രി വീണ്ടും തള്ളി. ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചത്. DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. ADGPയെ മാറ്റാത്തത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും പ്രതികരിച്ചു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തിയത്. AKG സെന്ററിൽ നടന്ന ചർച്ചയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തു. നടപടി അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചുനിൽക്കുന്ന CPIയുടെ നേതൃയോഗം നാളെ ചേരും. DGPയുടെ റിപ്പോർട്ടിൽ ADGP പ്രതിസ്ഥാനത്തായിരിക്കുമോ, ADGPയെ മുഖ്യമന്ത്രി കൈവിടുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ. അതേസമയം അന്വേഷണം നാടകമായിരുന്നുവെന്നും മൊഴിയെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ മടക്കി അയച്ചെന്നും PV അൻവർ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചത്. വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് LDFിലെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുകയാണ്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ അയാൾ എത്ര ഉന്നതനാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ഞങ്ങൾ മാത്രമല്ല RJDയുടെ പ്രതിനിധികൾ പറഞ്ഞു, CPIയുടെ പ്രതിനിധികൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനോട് അന്ന് മുഖ്യമന്ത്രി യോജിച്ചില്ല. മുഖ്യമന്ത്രി അതിനോട് യോജിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അന്നും ഇന്നും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും. ജയിൽ മേധാവി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത്. അജിത് കുമാറിന് പകരക്കാരനായി ക്രമസമാധാന പാലനത്തിലേക്ക് ആദ്യ പരിഗണന ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനും രണ്ടാം പരിഗണന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കുമാണ്. സീനിയറായ ഒരാളെ വേണമെന്ന് കരുതിയാൽ മനോജ് എബ്രഹാമിനെയും പരിഗണിക്കും. അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ ADGP നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. നാളെ എന്തായാലും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ, അപ്പോൾ അറിയാം എന്താണ് ഇനി തുടർ നടപടി ഉണ്ടാവുക എന്നത്. അതെന്തായാലും ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ നാളെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി, എന്താണ് യഥാർത്ഥത്തിൽ ചർച്ചയായത്, അതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതല്ലാതെ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടുതൽ വ്യക്തമായി നാളെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും ഈ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഈ വാർത്താ സമ്മേളനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനാഫിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം ഒരുപാട് കമൻറ്റുകൾ അത് വായിക്കേണ്ടി വരും, ഒരാളുടെ മാത്രം വായിക്കാൻ സാധിക്കില്ലല്ലോ. സുകുമാരൻ കുറുപ്പ് പറയുന്നുണ്ട്, പ്രജിത ആൻഡ് പ്രവീൺ തെറ്റിപ്പോയി, നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട്. പ്രവിത ആൻഡ് പ്രജനാണ്, ജായും വായുമാണ് പ്രശ്നം. നല്ലൊരു പാട്ട് കൂടി പരിപാടി ആരംഭിക്കുന്നു, പാട്ടോടുകൂടി എന്നാണ് ഉദ്ദേശിച്ചത്. പരിപാടി ആരംഭിക്കുന്നു, ആശംസകൾ എന്ന് പറയുന്നു. താങ്ക് യു ചേട്ടാ. പപ്പൻ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുന്നു, രണ്ടുപേരും മ്യൂസിക് ഇല്ലാതെ ഈ പാട്ടിൻ്റെ പല്ലവി പാടിയിട്ട് പോയാൽ മതി. അത് എന്തിനാണോ? നമ്മളാണോ പാടുന്നതെന്ന് അറിയാനാണോ? അപ്പം പൊളിച്ച സോങ് നന്നായിരുന്നു എന്ന് ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ, അപ്പോൾ നിങ്ങളുടെ കമൻ്റൊക്കെ പോരട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. ഒരുപാട് വാർത്തകളും ചില സ്പെഷ്യൽ വിശേഷങ്ങളും ഇന്ന് പറയാനുണ്ട്. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്നുമൊക്കെ ചർച്ചയായ മറ്റൊരു വിഷയം എന്നൊരു PV അൻവർ ഇനി എന്ത് പറയുന്നു, എന്താണ് നീക്കം എന്നാണ്. ഇന്നൊരു പുതിയ കാര്യം അല്ലെങ്കിൽ പുതിയ പ്രഖ്യാപനം ഇന്ന് നടത്തി. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നാണ് PV അൻവർ MLA ഇന്ന് നടത്തിയ പ്രഖ്യാപനം. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അൻവറിനോടുള്ള നിലപാട് UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പിന്തുണയ്ക്കുന്നവർ തന്നെ തള്ളിപ്പറയുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. ഈ ഞായറാഴ്ച 1 ലക്ഷം ആളുകളെ മഞ്ചേരിയിലെ വിശദീകരണ യോഗത്തിലെത്തിച്ച് ശക്തി തെളിയിക്കാനാണ് നീക്കം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും, യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയാൽ അത് CPIM-ന് തലവേദനയാകും. സാമ്പാർ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണസമിതികളിൽ
അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാകില്ലെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. CPIMന്റെ പരീക്ഷണം ഏറ്റവും ബാധിച്ച ലീഗ് തന്നെ അൻവറിന്റെ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ടുതന്നെ. അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. വർഗീയ ശക്തികളാണ് അൻവറിന്റെ പിന്നിലെന്ന പ്രചാരണത്തിൽ ഊന്നി പ്രതിരോധിക്കാനാണ് CPIMന്റെ ആലോചന. അൻവർ അണികളെ വൈകാരികമായി സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലും പാർട്ടി എടുക്കുന്നു. CPIMന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര്. നിലമ്പൂര് അൻവറിന്റെ സ്ഥലമല്ല, നിലമ്പൂര് കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല. ഞായറാഴ്ച അൻവർ ശക്തിപ്രകടനം നടത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് A. വിജയരാഘവൻ പങ്കെടുക്കുന്ന യോഗം. അതോടെ മലപ്പുറത്തെ രാഷ്ട്രീയ പോരിന് വീറും വാശിയും കൂടും. 24 മലപ്പുറം. CPIMനെതിരായ രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ PV അൻവറിനെ കൈവിട്ട് KT ജലീൽ. PV അൻവറിന്റെ പാർട്ടിയിലേക്കില്ലെന്നും CPIMനോട് നന്ദികേട് കാണിക്കില്ലെന്നും KT ജലീൽ ഇന്ന് വ്യക്തമാക്കി. അതേസമയം പോലീസിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ KT ജലീൽ ശരിവെച്ചു. ഒക്ടോബർ 2-ന് ചിലത് വെളിപ്പെടുത്താനുണ്ടെന്ന മുഖവുരയോടെ ജലീൽ തീർത്ത പുകമറ ജലീൽ തന്നെ നീക്കി. പോലീസിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാത്രം ചില ശരികളുണ്ടെന്നും രാഷ്ട്രീയമായി വിയോജിക്കുന്നുവെന്നും KT ജലീൽ പറഞ്ഞു. CPM അനുഭാവിയായി അടിയുറച്ചു നിൽക്കും. ഒരു കാരണവശാലും PV അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIMന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. CPM ജില്ലാ സെക്രട്ടറി RSSകാരനെന്ന അൻവറിന്റെ ആരോപണം ശുദ്ധ അസംബന്ധം. എന്നാൽ അൻവറിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന അഭിപ്രായമില്ല. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി നിർബന്ധിച്ചാലും ഇനിയില്ല. രാജ്യസഭാ സീറ്റടക്കം ഒരു സ്ഥാനവും വേണ്ട. ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും എനിക്കിനി ഭാവിയിൽ വേണ്ട എന്നും പരസ്യമായിട്ട് എന്ത് നിർബന്ധിച്ചാലും വേണ്ട. ഒരു രാജ്യസഭയും വേണ്ട, MP-യും വേണ്ട, ഒന്നും വേണ്ട. അൻവറിനെ പ്രതിരോധിക്കാനായി ഇറങ്ങാൻ വൈകിയോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഇറങ്ങും. പിന്നെന്താ സംശയം? പാർട്ടി ആവശ്യപ്പെട്ടാൽ അൻവറിനെതിരെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും പ്രഖ്യാപിച്ചാണ് KT ജലീൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 24 മലപ്പുറം. അപ്പോൾ ആ രീതിയിൽ KT ജലീൽ PV അൻവറിനൊപ്പം പോകുമോ എന്നൊക്കെയുള്ള രാഷ്ട്രീയ കതുകുത്തിന് ഇന്നതോടുകൂടി ഒരു പരിസമാപ്തിയായി. എന്തായാലും KT ജലീൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷമാണ് ഈ രീതിയിലുള്ള പ്രതികരണം, വളരെ വ്യക്തമായി തന്നെ നിലപാട് പറയുകയും ചെയ്തത്. അപ്പോൾ എന്താണ്, സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പല വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്, പല വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇന്നലെ ഈ സമയത്ത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ നൽകിയ ഒരു വാർത്തയാണ്. അത് ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നാണ് ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഇറാനിലെ ഇന്ത്യക്കാർക്കും ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യക്കാർ ആശങ്കയിലാണ്. ഇറാനിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇറാനിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമായി ടെഹ്റാനിലെ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചു. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇസ്രായേലിലുള്ള മലയാളികൾ 24നോട് പറഞ്ഞു. നമുക്ക് യാതൊരു അലർട്ടും ഇല്ലായിരുന്നെങ്കിലും നല്ല ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മിസൈൽ വരുമ്പോൾ. പക്ഷെ ഞങ്ങൾ എല്ലാവരും അതിനു മുമ്പ് തന്നെ നമുക്ക് അലർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ സംയമനം പാലിക്കാൻ ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. 2021 കഴിഞ്ഞ വർഷവും ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിലാണ് സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുള്ള സുരക്ഷാ നടപടി. 24 ഡൽഹി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇതാ ഒരുപാട് പേർ ചർച്ചയാക്കുന്ന ഒരു കാര്യം എന്തോ, മിനി ബാബു അടക്കം പറയുന്നു, ഇവർ നമ്മളെ പറ്റിക്കുന്നു, പുതിയ ഒരുപാട് വിശേഷങ്ങൾ വാർത്തകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് രാവിലെ തൊട്ട് കേൾക്കുന്നത് തന്നെയല്ലേ നിങ്ങൾ തരുന്നത് എന്നൊക്കെ പറയുന്നു. അല്ല, ഇന്ന് ചില സ്പെഷ്യൽ കാര്യങ്ങൾ പറയാനുണ്ട്, ചുമ്മാ പറഞ്ഞതല്ലെന്നേ.
നമ്മുടെ കമന്റ് ബോക്സിൽ മുഴുവനും അർജുനുമായി ബന്ധപ്പെട്ട കമന്റുകളാണ്. പക്ഷെ അതൊന്നും ഞങ്ങൾ വായിക്കുന്നില്ല. കാരണം അത് എന്താ നമുക്ക് അതിൽ ഒന്നും പറയാനുള്ള നമുക്ക് അതിനകത്തൊരു സ്റ്റാൻഡില്ല. കാരണം ഈ പറയുന്നത് പോലെ 2 ആരോപണങ്ങൾ വന്നു. ഒരു ആരോപണം വരുന്നു, അത് അർജുൻ്റെ കുടുംബമാണ് ഉന്നയിച്ചിരിക്കുന്നത്, മനാഫിനെതിരെയാണ്. മനാഫ് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ്. അപ്പോൾ അതിൽ കൃത്യമായ നിലപാട് എന്താണെന്ന് അർജുൻ്റെ കുടുംബം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരില്ല എന്നുകൂടി പറയുന്നുണ്ട്. മാധ്യമങ്ങൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരുപാട് നേരം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. ഷാജി പൊയ്കര് ചോദിക്കുന്നുണ്ട്, 2 പേര് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് എത്തണം, നേരിട്ട് കാണണം, 2 പേരെയും വരില്ലേ എന്ന് ചോദിക്കുന്നു. വരുമായിരിക്കും, നമുക്ക് കാണാം. അതോടൊപ്പം പ്രാപ്ര സൂപ്പർ എന്ന് ഇമ്മാനുവൽ ജോൺ പറയുന്നുണ്ട്. പിന്നെ രാധാഭാരതി ഹായ് ചേച്ചി എന്ന് പറയുന്നു. ഇപ്പം എന്നെ ആയിരുന്നു തോന്നുന്നു. ഹായ് രാധ. അതെ, ഹായ് ചേച്ചി. ഹായ്. അപ്പം എന്താ താരാട്ട് പാട്ട് പാടാൻ പറയുന്നുണ്ട് അജേഷ്. അതിപ്പോ ഏത് താരാട്ട് പാട്ടാ? ഏതെങ്കിലും താരാട്ട് പാട്ട് പാടിയോ പ്രവിത? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. നമുക്ക് ഓർത്ത് പാടാം. ഓക്കെ. പ്രവിത സുന്ദരിയാണ് എന്ന് അലൻ എസ് പറയുന്നു. ഈ അലൻ എസ് എന്നല്ലേ അന്ന് 2 ദിവസം മുമ്പ് ഒരു 10 തവണ ഇതേ മെസ്സേജ് അയച്ചത്? അല്ലാതെ അലൻ അല്ലെന്ന് തോന്നുന്നു. അല്ലല്ലേ? അത് പ്രജന തീരെ സഹിക്കുന്നില്ല. ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ അതിന്. അതായത് അലൻ മാത്രമല്ല എന്നാണ് പ്രവിത പറഞ്ഞത്. ദേവരാജ് സോങ് ഉണ്ടോ? അലൻ അല്ലെന്ന് തോന്നുന്നു. അലൻ മാത്രമല്ല, അത് വേറെ ആളായിരുന്നു. ഓക്കെ. അപ്പൊ പ്രേക്ഷകർ തന്നെ ബാക്കി കാര്യം തീരുമാനം. അപ്പൊ നമ്മള് വിശേഷങ്ങൾ പറയുമ്പോ നമുക്കൊരു പെരുന്നാൾ കാണാൻ പോയല്ലോ. പിന്നെ അതിനെന്താ, പോയിട്ടുണ്ടോ? ഉണ്ട്, പോയിട്ടുണ്ട്. എപ്പോഴാണ് ലാസ്റ്റ് പോയത്? ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. എന്റെ വീട്ടിൽ അതൊരു പള്ളിയുണ്ട്, അപ്പൊ അവിടുത്തെ പെരുന്നാൾ കൂടാൻ പോയി. ശരി. അപ്പൊ നമുക്കൊരു പെരുന്നാൾ കൂടാൻ പോവാം എന്നാണ് തോന്നുന്നത്. കോതമംഗലത്ത് കന്നി 20 പെരുന്നാളിന്റെ രാത്രികാല കാഴ്ച അതൊരു സുഖമുള്ള അനുഭവമാണെന്ന് പറയുന്നത് നമ്മുടെ എബിൻ ജോസ്. ഒരു നാടൊന്നടങ്കം ആഘോഷിക്കുന്ന കോതമംഗലത്തെ കന്നി 20 പെരുന്നാളിന്റെ രാത്രി കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത്. കന്നി 20 പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ദീപാലങ്കാരങ്ങളാണ്. ഈ പള്ളികൾക്ക് പുറമെ വ്യാപാര സ്ഥാപനങ്ങളും നഗരവും എല്ലാം ഭംഗിയായി ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കും. അത് കാണുവാൻ തന്നെ വളരെ ഭംഗിയാണ്. പെരുന്നാളായി കഴിഞ്ഞാൽ അവിടുത്തെ മധുരപലഹാരങ്ങളും കടകളൊക്കെയാണ് ഏറ്റവും ആളുകളെ ആകർഷിക്കുന്നത്. നിരവധി ആളുകൾ ഈ കടകളിലെല്ലാം നിന്ന് മധുരപലഹാരങ്ങൾ വാങ്ങിപ്പോകും. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലബാർ മിഠായിയാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത്. അത് ഇവിടുത്തെ ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് മലബാർ മിഠായിക്കൊരു ഡിമാൻഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഡിമാൻഡാണ്. തേൻ മിഠായി, മാങ്ങ മിഠായി, അതേപോലെ കപ്പലണ്ടി ഉള്ളിലുള്ള മിഠായി, കറക്ക് മിഠായി, ജംസ് മിഠായി, ഇമിലി മിഠായി, അതേപോലെ നാരങ്ങ മിഠായി, അങ്ങനെ ഒത്തിരി മിഠായികളുണ്ട്. മലബാർ മിഠായിയുടെ ഡിമാൻഡ് പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉയർന്നു തന്നെ നിൽക്കും. അത് തന്നെയാണ് ആളുകൾ ഒരു പെരുന്നാൾ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മേടിക്കുന്നത്. കണ്ടു മനസ്സിലാക്കേണ്ടേ, പഠിക്കേണ്ടേ, ചിരിക്കേണ്ടേ, ചിന്തിക്കേണ്ടേ, കടന്നു വരാം. അടിപൊളിയാണ്. അലങ്കാരങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാ പോലെ വരാറുണ്ട്. മറ്റേ ഫാമിലി ആയിട്ടും വരും. പിന്നെ എല്ലാ സാധനവും മേടിക്കാൻ പറ്റും. അവിടെ പോലെ ഇങ്ങനെ കടകളല്ലേ. പക്ഷേ ഈ തവണ കടകൾ ഇച്ചിരി കുറവുണ്ടോ വെച്ചിട്ടുണ്ട്. പെരുന്നാളിന് വന്നാൽ ഇങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കാതെ എങ്ങനെയാണ് തിരിച്ചു പോവുക? അപ്പോൾ ഈ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കന്നി 20 പെരുന്നാളിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ MD അധീഷിനും ഹരീഷിനുമൊപ്പം എബിൻ ജോസ്, 24. പിന്നെ ഐസ്ക്രീം കഴിക്കണോ അല്ല റിപ്പോർട്ട് വൈൻഡപ്പ് ചെയ്യണോ എന്നൊരു സംശയം ഒന്നും തോന്നുന്നു. ലാസ്റ്റ് നന്നായിട്ട് ആസ്വദിച്ച് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം ആ ലാസ്റ്റ് ഫ്രെയിമിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അത് നല്ല രസമല്ലേ, നമ്മൾ എല്ലാം മറക്കും, ഭയങ്കര ആ ആഘോഷത്തിന്റെ മൂഡിലേക്ക് ആകും. എന്നാലും നമ്മൾ ഏത് പാട്ട് പാടണമെന്ന് ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം കുറേ പാട്ട് പറയുന്നുണ്ട്. വിനി പറയുന്നു, രാരീ രാരീരം രാരോ പാടി രാക്കിളി പാടി ഭൂമിഴികൾ പൂട്ടി മെല്ലെ നീ ഉറങ്ങി ചാ
മന്ദാരങ്ങൾ. കുഴപ്പമില്ല. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ലിറിക്സ് അത്ര നന്നായിട്ട് ഓർമ്മയില്ല. യെസ്, നമുക്ക് ഒരു പ്രേക്ഷകൻ നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ സൂം പ്ലാറ്റ്ഫോം റെഡിയാണെന്ന് തോന്നുന്നു. അനൂപ് എന്നാണ് പേര് എന്നാണ് നമ്മുടെ ശ്രീലക്ഷ്മി പ്രൊഡ്യൂസർ പറഞ്ഞത്. അനൂപ് എവിടെ നിന്നാണെന്ന് ചോദിക്കാം. ഹലോ അനൂപ്. ഹായ് അനൂപ്. ഹലോ അനൂപ് കൃഷ്ണമോഹൻ ഫ്രം പോളണ്ട്. പോളണ്ട് നിന്നാണ്. ഞാൻ ഒരു പ്രാവശ്യം വന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ എന്റെ കൂട്ടുകാരനെയും കൂടി ആഡ് ചെയ്യാണ്. ആഹാ, നന്നായത്. കൂട്ടുകാരനെ എവിടെ കാണുന്നില്ല? ജോലി കഴിഞ്ഞ് ജിമ്മൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടു റോട്ടി വെച്ചാ കണക്ട് ആയത്. വണ്ടി സൈഡിൽ നമുക്ക് ഈ പോളണ്ട് എന്ന് പറയുമ്പോ ആ ഡയലോഗ് ആട്ടോ ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പൊ പോളണ്ടിനെ കുറിച്ച് ഒരുപാട് തവണ മിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനൂപൊക്കെ വിളിക്കുന്നതുണ്ട്. അപ്പൊ വർക്ക് കഴിഞ്ഞ് പോവാണല്ലേ? ക്യാബിലാണ്. ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ജിമ്മൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നല്ല തണുപ്പുണ്ടോ ഇപ്പൊ അവിടെ? നല്ല തണുപ്പുണ്ടോ ഇപ്പോ? നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഫുള്ള് തണുപ്പിന്റെ ഇന്നോട്ട് നല്ല മിസ്റ്റ് ആണ്. ഫുള്ള് മിസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. ഇപ്പൊ എന്താ ടൈം എന്താ അപ്പൊ അവിടെ? ഇപ്പൊ ഇവിടെ സമയം 7:40 വൈകുന്നേരം 7:40. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടുപേരും നാട്ടിലെവിടെയാണ്? വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് പറയൂ. ഞാൻ പാലക്കാട്, അനൂപ് തൃശ്ശൂര്. ഇരിഞ്ഞാലക്കുട. ഓക്കെ, അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അറിയാം. അപ്പൊ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ വൈഫ് 2 മക്കളുണ്ട്. എനിക്ക് എന്റെ വീട്ടില് വൈഫ്, അമ്മ, 3 കുട്ടികൾ, ആൺകുട്ടികൾ. അപ്പൊ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഇപ്പൊ കാണുന്നുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും? അപ്പൊ അവരോട് ഞങ്ങളെ രണ്ടുപേരും അറിയാവുന്ന ലോകത്ത് എവിടെയുള്ള ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങൾ എല്ലാവിധ ഇത് നേരുന്നു. ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണക്ട് ആയപ്പോ പല കൂട്ടുകാരന്മാർ എന്നോട് കംപ്ലൈന്റ് ചെയ്തു, ഞങ്ങളെ കുറിച്ച് ഒന്നും നീ പറഞ്ഞില്ല, നീ ഫാമിലിയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് എന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് ഞാൻ സ്പെഷ്യൽ വിഷസ് ഈ ചാനലിലൂടെ ഒരു വെറൈറ്റി ആണ്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു വിഷു അല്ലേ? അപ്പം ഉഷാറായി പോട്ടെ പോളണ്ടിലെ കാര്യങ്ങളൊക്കെ കേട്ടോ. എപ്പോഴും നാട്ടിലേക്ക് വരുന്നത്? നാട്ടിലേക്ക് ഞങ്ങള് ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോ വരുന്നുണ്ട്. അതെ, പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരമല്ല, ഒരുപാട് അക്ഷരങ്ങൾ പറയൂ. ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കും. പറയാറുള്ളൂ. ഞങ്ങൾ പല രാജ്യങ്ങളിൽ ഞങ്ങൾ വർക്ക് ചെയ്തു. പക്ഷെ യൂറോപ്പില് ഒരു ഡിഫറെന്റ് എനർജി, ഒരു ഡിഫറെന്റ് എന്താ പറയാ, ഒരു അറ്റ്മോസ്ഫിയർ ആണ്. യൂറോപ്പ് ബെസ്റ്റ്. രണ്ടുപേരും ഒരേ സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്? യൂറോപ്പ് നല്ല സേഫ് ആണ്. ഞങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ കമ്പനിയിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒന്നിച്ച് തന്നെയാണ്. ഓക്കെ, ഫൈൻ. അപ്പം തിക് ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ, സംസാരിക്കാൻ സാധിച്ചതിലും. ഇനിയും തുടർന്നും നമ്മുടെ ഷോ കാണുക, വല്ലപ്പോഴൊക്കെ ഇതുപോലെ വിളിക്കുക, സംസാരിക്കാം നമുക്ക്. ഇല്ല, ഈ ഷോ അല്ലാതെ വേറൊരു ഷോ കാണാറില്ല. എത്തിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഷോ ഇതാണ്. താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പൊ ഞങ്ങൾക്കും എനർജി തരുന്നതാണ്. അപ്പൊ 2 ദിവസം മറ്റേ അവധി എടുത്തു ഞങ്ങൾ അറിഞ്ഞു. ഈ എപ്പോഴും അവധി എടുക്കുന്നത് ശരിയല്ല. എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെ ഒന്ന് വീട്ടിലൊക്കെ പോകണ്ടേ, അല്ലെങ്കിൽ വീട്ടുകാർ നമ്മളെ മറന്നുപോലേ. അപ്പൊ ശരി, എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. യെസ്, പൊളിയാണ് അല്ലേ? അനൂപും സുഹൃത്തും പൊളിയാണ്. നല്ല എനർജറ്റിക് ആയിട്ട് സംസാരിച്ചു. എനിക്ക് ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്ത ശേഷം അതാണ് ആ ഒരു എനർജി ഉള്ളത് ആണെന്ന് തോന്നുന്നു. അപ്പൊ വളരെ വേഗം നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. ചോദ്യങ്ങൾ ചോദിക്കാം. എന്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ? അപ്പൊ നമ്മുടെ ഈ ഓർഗൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, അതിൽ മിക്കതിനും കേടുപാട് വന്നു കഴിഞ്ഞാൽ അതിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ ഒരു ഓർഗൻ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏതാണ് ആ ഓർഗൻ എന്നുള്ളതാണ് ചോദ്യം. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ 90% സ്വയം റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു അവയവം ഇന്റേണൽ ഓർഗനാണ്. ആന്തരിക അവയവമാണ്. അതേതാണ് എന്നതാണ് ചോദ്യം. അപ്പൊ പ്രേക്ഷകർ അത് പെട്ടെന്ന് ഉത്തരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കൂ. അപ്പോൾ നമ്മുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഷ ചോദിക്കുന്നു, പൂവേ പൂവേ പാലപ്പൂവേ പാടാമോ? നമ്മളത് ഒരു തവണ പാടിയതാണ്. പ്രജിൻ പാടുന്നോ? പാടിയോ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. അതെ, ബാക്കി
പോരെ? മതി. ഓക്കെ, അപ്പോൾ അത് മതി എന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് വരുന്നു. പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് ലേഖ ജയൻ പറയുന്നുണ്ട്. വരെ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ? പിന്നെ തലസ്ഥാന നഗരം ചുറ്റിക്കാണാൻ ഇറങ്ങിയ കൊല്ലം ആര്യങ്കാവ് നെടുമ്പാറ സ്കൂളിലെ കുട്ടികളുടെ യാത്രാവിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. വനമേഖലയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അധ്യാപകരും ചെമ്പഴന്തി SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് ഉല്ലാസയാത്ര ഒരുക്കിയത്. നെടുമ്പാറ TCN ആ ദൗത്യം ഏറ്റെടുത്തു. യാത്രക്കിടയിൽ കുട്ടികൾക്കൊരു ചെറിയ സർപ്രൈസ്. ഡബിൾ ഡെക്കർ ബസ്സിൽ നഗരം കാണാനൊരു അവസരം. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ കയറിയ യാത്ര കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഞാൻ മുഖത്ത് പോയിട്ടുണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെയാണ് തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോയത്. ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഞങ്ങൾ വീണ്ടും വരും, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പാട്ടുമൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.